ഗൈസ്, സജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ അവളിവിടെ നിൽക്കുന്നുണ്ട്, കൊണ്ടുപോകാട്ടാ. ഇവിടെ നിന്ന് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയുണ്ട്, ഇടിവെട്ടുന്നുണ്ട്. മഴ പെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇടിവെട്ടായിരുന്നു. അതിൽ തുറന്നു നോക്കിയപ്പോൾ അവളെ കാണാനില്ല. അവൾ എവിടെ പോയി എന്ന് ചോദിക്കുമായിരുന്നു. അപ്പം കൊണ്ടുവരും. ഇവിടുത്തെ ഇതൊക്കെ സെറ്റുകൾ രണ്ടും എടുത്തു കൊണ്ടുപോയി. ഇവള് ഭയങ്കര കുറുമ്പത്തി. ഇവളെ സെറ്റിയുടെ കുഷ്യനും അതൊക്കെ കടിച്ചു പറിച്ചു തുടങ്ങി. സകല സാധനങ്ങൾ ഇവൾക്ക് ബോറടിക്കുമ്പോൾ ഇവള് നല്ല പണികൾ ചെയ്യും. ഇവൾക്ക് കംപ്ലീറ്റ് ബോറിങ്ങാണ് ഇവിടെ. അപ്പോൾ സെറ്റി കവറും ഒക്കെ വലിച്ചു വാരിയിടും, ഒക്കെ ചെയ്യും. അപ്പോൾ എന്താ ചെയ്യും, അവളെ ഇവിടെ നിന്ന് ഞങ്ങൾ സെറ്റി അങ്ങ് എടുത്ത് മാറ്റിയിട്ടു. എന്നിട്ട് ഇവൾക്കൂടെ ചവിട്ടിയിലൊക്കെ കെടുക്കുള്ളൂ. അങ്ങനെ നല്ല മഴയായി, മഴ തുടങ്ങി. നല്ല മഴയല്ല, മഴ തുടങ്ങി. മഴ വെള്ളം വീണ് തുടങ്ങി. ഈ ചെടി വല്ലാണ്ടായിപ്പോൾ തുടങ്ങിയിട്ടോ. അത് പോകും, ഇതങ്ങോട്ട് റെഡി ആവണില്ല. ചളിയൊക്കെ ഇടിയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ. ഇത് പണ്ട് നമ്മുടെയൊക്കെ പാടങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണിത്. വേറെ പലതരം കളറിൽ. ഇത് കുടയൊക്കെ ആയിട്ട് നമ്മൾ പണ്ട് കുടയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാറില്ലേ, ഇങ്ങനെ കുട ചൂടി. ഇതിൻ്റെയൊക്കെ വലിയ ഇല റോസ് കളറിൽ, പിങ്ക്, ഗ്രീൻ ആൻഡ് കളറിലൊക്കെ അങ്ങനത്തെ ഇലകൾ ഉണ്ടാവാറുണ്ട്. ചേമ്പിൻ്റെ ഇല എന്നൊക്കെ. ഇപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഇവിടെ പണ്ട് ഞാൻ ഇതുപോലെ അങ്ങനെ ചാലിന്ന് പോയി വലിച്ചു ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ കിഴങ്ങ് ഇവിടെ കെടുക്കുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ അതാ മറ്റേ ഈ ഒരു പൂവൊക്കെ ഉണ്ടായി തുടങ്ങി കേട്ടോ. ഈ ഒരു പൂവൊക്കെ കണ്ടോ, ആ പൂവൊക്കെ അവിടെ അടിപൊളിയായിട്ട് ഉണ്ടായി തുടങ്ങി. ഇത്രയും കാലം കുറച്ച് നാളായിട്ട് ഉണ്ടാവാതിരിക്കുകയായിരുന്നു. പിന്നെ ചെടികൾക്കൊക്കെ ഒരു ജീവൻ വെച്ച പോലെ ആയിട്ടുണ്ട്. അവരൊക്കെ ഓരോ സുഖത്തിൽ. പിന്നെ തെങ്ങൊക്കെ വളർന്ന് വെയിൽ എല്ലാം കൊണ്ടും ഒരു പ്രത്യേകതയായിട്ടാണ് നിൽക്കണത്. അതെ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഈ മഴക്കാലം നോക്കൂ. ആ മുള നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ടില്ല. ഇപ്പോൾ ഒരു പ്രത്യേകത. മറ്റേ മുളയൊക്കെ മുറിച്ച് കളഞ്ഞു കേട്ടോ. ആരോ വന്ന് മുറിച്ചുകൊണ്ട് പോയിട്ട് അവിടെ മുറിച്ച് വെട്ടിയിട്ട് അവർ വിചാരിച്ചു നല്ല മുളയാന്ന് വിചാരിച്ചിട്ടാണ് അവർ മേടിച്ചത് തോന്നുന്നുണ്ട്. പക്ഷെ അത് ഇല്ല. അപ്പോൾ അവർ ഈ പറമ്പിൽ തന്നെ ഇട്ട് പോയിരിക്കുക. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വലുതായി വരും. ഒരു സുഖം ഉണ്ടാവില്ല. ഇവൾക്കിപ്പോൾ മുറുക്കും ബിസ്ക്കറ്റൊക്കെ ഏട്ടനെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവളതൊക്കെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുക. ഇതാണ് അവൾക്ക് ബെല്ലടിച്ചപ്പോൾ സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അവരാണ് മഴയൊക്കെ തൂളണമെന്നില്ല. ഇപ്പോൾ ചക്ക വീണു. അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചു കേട്ടോ, എന്താ ഒരു പഴുത്ത ചക്കയുടെ മണം. ഏട്ടാ അപ്പം വാതിൽ ചാരിക്കോളൂ. മണം വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ചക്ക വീണ് ബ്ലിങ്ങായി കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പഴുത്ത ചക്ക വീട്. ഒരെണ്ണം പോലും നമ്മൾ പഴുത്തത് കഴിച്ചിട്ടില്ല, പഴുത്ത ചക്ക കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് വീണ് കിടക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു. എനിക്ക് വിഷമം തോന്നുന്നു. എനിക്ക് പഴുത്ത ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് നമ്മുടെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ. മഴ പെയ്ത് വരുമ്പോഴേക്കും വെള്ളം ഒക്കെ നിറഞ്ഞ് റെഡിയായിട്ടിരിക്കുകയാണ്. ഇനി നമ്മളിത് ഓരോ ദിവസമായിട്ട് ഇത് ചരിച്ച് കളയിട്ടാണ് നമ്മളിങ്ങനെ ചരിച്ച് കളഞ്ഞ് വെക്കും. അല്ലെങ്കിൽ നല്ല കൊതു. ഞാനിപ്പോൾ കൊതുവന്ന് ഒരു വിധാവും എല്ലാവരും. ഇപ്പോൾ ഇനി മഴക്കാലമായി കഴിഞ്ഞാൽ കൊതു വന്ന് ഒരു ഇതുണ്ടാവില്ലല്ലോ. നല്ല ചക്കയുടെ മണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പഴുത്തത്തെ ഇരുമ്പ അതൊക്കെ എല്ലാവരുടെയും. മാങ്ങ വന്നതുകൊണ്ട് മാങ്ങ കിട്ടി. അങ്ങനെ ഒരു മാങ്ങ പറിക്കാൻ പറ്റി. ഒരു മാങ്ങ കിട്ടിയിടോ. അല്ലെങ്കിൽ മഴയൊക്കെ പെയ്തു. ഞാനിന്ന് ഈ ഒരു ചീരയാണ് കറി വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോൾ ഈ ചീര ഒന്ന് പൊട്ടിക്കാം. മാങ്ങ അവിടെ ഇരിക്കും. ഒരുമിച്ച് പൊട്ടിച്ചങ്ങോട്ട് കൊണ്ടുപോകാം. ഈ ചീരയാണ് ഞാൻ ഇന്ന് കറി വയ്ക്കാൻ പോകണം. കുറച്ച്
അപ്പോൾ ഒരു കാട് ഇങ്ങനെയൊക്കെ പൊട്ടിച്ച് വെച്ചാലേ നമുക്ക് കാടൊക്കെ പോയി കിട്ടും. അല്ലെങ്കിൽ നമ്മളെ കാടും തേങ്ങയും പടലൊക്കെ ആയിട്ട് ഇങ്ങനെ എനിക്ക് ഇത് പക്ഷേ ഇത് ഡെയിലി ഈ ചീര കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ എന്താ തൈറോയിഡ് ഉള്ളവർ ഡെയിലി കഴിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ എന്തോ എന്താണെന്ന് അറിയില്ല എനിക്ക്. ഇങ്ങനെ ഡെയിലി കഴിക്കാൻ പാടില്ല, വല്ലപ്പോഴൊക്കെ കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു മാങ്ങയും കൂടി എടുക്കാം, അതാണ് നല്ലത് നമുക്ക്. ഈ മാങ്ങയും കൂടി ഇതേ വേറെ മാങ്ങ. ചേട്ടാ ചേട്ടാ അങ്ങനെ 2 മാങ്ങ. ഈ 2 ഭാഗം എന്തോ പണിക്കെടുക്കണമെന്നറിയോ. ഞാൻ പാത്രം കൊണ്ടുവരാത്ത കാരണം നല്ല പണിയെടുക്കണം, കഴുകണം അത്. എന്നാലാ ഇപ്പോൾ 2 മാങ്ങയും ചീരയും ഒക്കെ നമുക്ക് കിട്ടി. അങ്ങനെ മഴ പെയ്ത നമ്മുടെ മുറ്റം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇടി വെട്ടുന്നു, മഴ പെയ്യുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പറമ്പിൻ്റെ അവസ്ഥ. കുറച്ചടിയും കഴിഞ്ഞാൽ അവിടെ കാട് പിടിക്കൂട്ടോ. കാട് പിടിച്ചിട്ടായിരിക്കും മഴ ഇവിടെ ഉണ്ടാവാം. കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ച് മഴയൊക്കെ തന്നെ പുല്ലൊക്കെ മുളച്ച് തുടങ്ങി. അപ്പോൾ എന്നും ഇത് ചീര വയ്ക്കാൻ പറ്റില്ലാത്ത കാരണം പരിപ്പിലിട്ടിട്ട് നമുക്ക് അത്യാവശ്യമൊക്കെ വയ്ക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഈ പറമ്പ് മൊത്തം ഇത് ഈ ചീരയുണ്ട്. അപ്പം മഴക്കാലത്ത് ഈ ചീരയൊക്കെ കഴിക്കാം നമുക്ക്. അതൊക്കെ രസമാണല്ലോ, നമുക്ക് ടേസ്റ്റാണല്ലോ. അയ്യോ, എന്നാൽ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സുഖമില്ലാത്ത മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്യണം എന്നായിരുന്നു. ഇന്നലെയൊക്കെ ഉഷ്ണിച്ചിട്ടേ ഭയങ്കര ഉഷ്ണമായിരുന്നു ഇന്നലെ. ഇന്നലെ ഭയങ്കര ഉഷ്ണമായിരുന്നു. മാങ്ങയും കിട്ടി 2 എണ്ണം. ഞാൻ ചീര ഉള്ളതെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോയതായിരുന്നു. എന്തോ അടി നീ ആൾക്കാർ പുറത്തിറങ്ങാളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക, ചുന്തിരിപ്പെണ്ണേ ഉള്ള ചുന്തിരിപ്പെണ്ണേ, നിന്നെ കാണാണ്ടായപ്പോൾ ഞങ്ങൾ വിഷമിച്ചു കേട്ടോ. നീ എവിടെയാണെന്ന് വിചാരിച്ചു പെട്ടെന്ന്. ഇന്നലെ നീ ചോറുണ്ടില്ലല്ലോ? ഇന്നലെ ചോറുണ്ടോടി? അവൾ ചോറൊന്നും ഉണ്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ ചോറുണ്ടോ എന്നറിയില്ല കേട്ടോ. ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങി. എനിക്കിന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നു, ഉഷ്ണിച്ചിട്ടും എല്ലാം കൊണ്ടും. ഇപ്പോൾ നമ്മൾ സീരിയലില്ലേ, അതിപ്പോൾ കാണുന്നില്ല. മാംഗല്യം കൃഷ്ണഗാഥയൊന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. മാംഗല്യം കൃഷ്ണഗാഥയും കണ്ട ഭ്രാന്ത് വരും ഇപ്പോൾ. കാരണം വെറുതെ നീട്ടി വലിച്ചു കൊണ്ട് പോകണം. കാരണം ഞാൻ ആ സീരിയലൊക്കെ നിർത്തി. അപ്പം അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. ശരി ശരി. അപ്പോൾ ശരി, ടാറ്റ പറയ്. ശരി. അജിന്ത്യ പ്രിസ ഫാമിലി ഉള്ള സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.